ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കില്ലേ? ഞാനും സുഖമായിരിക്കുന്നു. പിന്നെ എന്തുണ്ട് വിശേഷം? പിന്നെ വീട്ടിലിത്തിരി ജോലികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പം ഇവിടെ വന്ന് തളർന്നിരിക്കുകയാണ്. ഇപ്പം എന്തായാലും ചേട്ടനും മക്കളും ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് വീടിൻ്റെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ അത് അറിയാൻ പറ്റും. അങ്ങനെ ഏറെക്കുറെ ജോലികളൊക്കെ ചെയ്തിട്ട് കുറേ തുണികളൊക്കെ മുക്കി സർഫിലിട്ട് മുക്കി അങ്ങ് വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അല്പം റെസ്റ്റിന് നിങ്ങളോട് അപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടും. അത് മതി അടുത്ത ജോലിയിലേക്ക് പോകാൻ. നമുക്ക് കുറച്ച് സമയമാണെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്നവരായിട്ട് സംസാരിക്കുമ്പോൾ അതൊരു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു എനിക്കൊരു നല്ലൊരു എനർജിയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഇന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചാണ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കഴിവുണ്ടെങ്കിൽ പോലും അത് പുറത്ത് വന്നത് എൻ്റെ ഫ്രണ്ട്സ് കാരണം മാത്രമാണ്. ഇപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ഒരുപാട്. അതിൽ മെയിനായിട്ട് പറയുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് SSLC 96 ഒരു ബാച്ച് ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വന്നതിന് ശേഷമാണ് ശരിക്കും ഞാൻ എന്താണ് അവർ കാരണമാണ്. കാരണം എൻ്റെ സ്വഭാവം, എൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ അധികമൊന്നും സംസാരിക്കില്ല. പഠിക്കുന്ന കാലത്തെ അങ്ങനെയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ സൈലൻ്റാണ്. അങ്ങനെയൊന്നും വലുതായിട്ട് ആരെടുത്ത് സംസാരിക്കില്ല. അപ്പോൾ ഇത്രയും എനിക്ക് സംസാരിക്കാൻ പറ്റിയത് തന്നെ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരുടെ ആ ഒരു കഴിവാണ്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊക്കെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. അങ്ങനെ വലുതായിട്ടല്ല. അപ്പോൾ ഒരു ചിത്രം കാണുമ്പോൾ, ഒരു പടം കാണുമ്പോൾ എനിക്ക് അത് വരയ്ക്കാൻ കഴിയും, എനിക്കത് പറ്റും, എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാനത് വരയ്ക്കും. അങ്ങനെ ഒരു കുഞ്ഞു പടം ഞാൻ ഇതുപോലെ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പടം ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ വരച്ചിട്ടായിരുന്നു. അതെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് അപ്പോൾ ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നിനക്ക് നല്ല കഴിവുണ്ട്, നീ വരയ്ക്കണം. അത് കുഞ്ഞിലേക്ക് ചെറുതായിട്ട് വരയ്ക്കുമായിരുന്നു, പക്ഷെ ആർക്കും അറിയില്ല. ഞാൻ വരച്ചിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് കാണാൻ കാളായി. വീട്ടിലുള്ളവർക്ക് പോലും അറിയില്ല. നമുക്ക് ഈ ഗ്രൂപ്പിന് ഒരുപാട് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, എനിക്ക് എല്ലാവരും എൻ്റെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സാണ്. അവരൊക്കെ എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ചെറിയ രീതിയിൽ ഞാൻ പടങ്ങളൊക്കെ വരച്ചു. അങ്ങനെ അത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം കുറച്ച് മേൽഗതി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പലരിൽ നിന്ന്, ഗ്രൂപ്പിൽ നിന്ന് തന്നെ പല ഫ്രണ്ട്സിൽ നിന്നും അഭിപ്രായങ്ങൾ വന്നു. നീ ഒന്ന് കോമഡി ഒന്ന് ചെയ്ത് നോക്ക്, നിനക്ക് കുറച്ചുകൂടെ അത് ഒന്ന് മുകളിലോട്ട് വരാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞാൻ കോമഡിയിലോട്ട് പോയി. അപ്പോൾ അത് കോമഡി ചെയ്തതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. പിന്നെ എല്ലാത്തിലുപരി നിങ്ങളുടെ സപ്പോർട്ടാണ്. അതാണ് എനിക്ക് ഏറ്റവും വലുത്. നമുക്ക് സപ്പോർട്ടില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാനേ പറ്റില്ല. ഒരു കഴിവെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഒത്തിരി കഴിവുള്ളവരുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഇതുപോലുള്ള വീട്ടമ്മമാർ ചെയ്യുന്ന എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരിപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ അത്യാവശ്യം ജോലികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ പിന്നെ വെറുതെ ഇരിക്കുന്ന ടൈമാണ്. അപ്പം ഇത് ശരിക്കും നമുക്കൊരു എൻജോയ്മെൻ്റാണ്. നമ്മുടെ മനസ്സൊന്ന് റിലീഫ് ആവും. പിന്നെ എന്താ പറയുക, നമ്മുടെ ആ വീട്ടിൽ എല്ലാം നമുക്ക് പല ദുഃഖങ്ങളും ഉണ്ട്. ദുഃഖമില്ലാത്തവരാരാണുള്ളത്? കൂടുതൽ എല്ലാവർക്കും സന്തോഷത്തെക്കാളും കൂടുതൽ ദുഃഖമാണുള്ളത്. നമുക്ക് അതിൽ നിന്നും ഇത്രയെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ റീൽസ് എടുത്ത് തന്നെ കണ്ട് സ്വയം സന്തോഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലുത്. അപ്പോൾ എൻ്റെത് മാത്രമല്ല, ഞാൻ എല്ലാവരും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് എനിക്കെല്ലാം. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ബന്ധുക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്, എനിക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ഇട്ടു ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. ടാറ്റാ, ബൈ ബൈ.